പാകിസ്ഥാനിൽ ചർച്ച നടത്തുന്നതിന് ഒരു കാരണമുണ്ട്. SKN ഇന്ത്യക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അതിലേക്ക് വരുമ്പോൾ അതുമായി കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള ഒരു മികച്ച അവസരത്തെ നഷ്ടപ്പെടുത്തി എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നോ അതോ വളരെ നയതന്ത്രപരമായ ഒരു സാമർഥ്യമാണോ ഇന്ത്യ ഈ കാര്യത്തിൽ കാണിച്ചത്? കാരണം ഈ മധ്യസ്ഥ നീക്കങ്ങൾക്ക് ഇന്ത്യ ചുക്കാൻ പിടിച്ചാൽ സ്വാഭാവികമായും ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുക എന്ന ഇറാന്റെ ആവശ്യത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ അമേരിക്കയെ നമുക്ക് തള്ളിപ്പറയാനും കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുന്നത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഉചിതമായ തീരുമാനം? ആ ധാരണ അല്ലെങ്കിൽ ആ ആലോചന കൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ ഇതിന് മുൻകൈയെടുക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നത്. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഗോപി, അതില് ഒരു കാര്യം വ്യക്തമാവുന്നത്, പാകിസ്ഥാനിലേക്ക് ഈ ചർച്ച പോകാൻ കാരണം അത് ട്രംപിന്റെ ആവശ്യമാണ്. കാരണം ട്രംപിന് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറായിട്ടുള്ള ബന്ധം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, അമേരിക്ക പെന്റഗൺ ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് 2000 സൈനികരെ, എയർബോൺ സൈനികരെ അവർ അയക്കാൻ പോകുന്നു. ആ സൈനികർ വരുന്നത് പാകിസ്ഥാന്റെ അതിർത്തിയിലേക്കാണ്. പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്നവരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചർച്ചയോടൊപ്പം ഇറാനെതിരെ വിന്യസിക്കാനുള്ള അമേരിക്കൻ പൗരന്മാരെ പാകിസ്ഥാനിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ട്. പക്ഷെ ഇതില് ശശി തരൂർ പറയുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാനും ഇസ്രായേലുമായിട്ട് വളരെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അമേരിക്കയ്ക്ക് മാത്രമാണ് പാകിസ്ഥാനോട് താല്പര്യമുള്ളത്. ആ തരത്തിൽ ഇറാനുമായിട്ട് ചബഹാർ പോർട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയതാണ്. ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപം അവിടെ. നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും കടക്കാനുള്ള വഴി, അതുവഴി യൂറോപ്പിലേക്ക് കടക്കാനുള്ള വഴി, അവിടെയാണ് അമേരിക്ക കയറി ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഇറാന്റെ യുദ്ധക്കപ്പൽ കൊച്ചിയിൽ സംരക്ഷിക്കുന്നത് നമ്മളാണ്. ആ തരത്തിലുള്ള ബന്ധം. ഇപ്പുറത്തെ ഇസ്രായേലിലേക്ക് ഈ യുദ്ധത്തെ ആരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിരുന്നു. നെതന്യാഹുവായിട്ടുള്ള ബന്ധം അമേരിക്കയുമായിട്ടും അത്യാവശ്യം പാകിസ്ഥാന്റെ അത്ര ഇപ്പൊ ബന്ധമില്ലെങ്കിലും ഈ 3 രാജ്യങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമുള്ളത് ഇന്ത്യക്കാണ്. മധ്യസ്ഥത പൂർണ്ണമായിട്ട് വഹിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് ഇടപെടാമായിരുന്നു. ആ തരത്തിൽ പരസ്യമായൊരു ഇടപെടൽ ഇന്ത്യ നടത്തിയിരുന്നെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ സ്ഥാനം കുറച്ചുകൂടി ഉയരുമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവുമായിരുന്നു. അതില് പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങളുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.